ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. അത് ഇഷ്യൂ വരുന്നത് നമുക്ക് ഈ ആൾട്രുസ്റ്റിക് ഡൊണേഷൻ എന്ന് പറയും. വോളണ്ടറിലി കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ നമുക്ക് വോളണ്ടറിലി കിഡ്നി ഡൊണേഷൻ കൊടുത്ത ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. അതിലൊരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. നമ്മുടെ ചിറ്റലപ്പള്ളി സാറൊക്കെ ഇത്തരത്തിലൊരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊരു മാതൃക വളരെ വലുതാണ്. അതായത് കിഡ്നി ഡൊണേഷനെ കുറിച്ച് ഇത്രയും ഒരു തെറ്റിദ്ധാരണകളും മറ്റും ഉള്ള ഒരു സമയത്ത് അദ്ദേഹത്തിനെ പോലെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ മുന്നോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ പൈസയ്ക്ക് ആവശ്യമില്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വോളണ്ടറി ഡൊണേഷൻ ചെയ്യാൻ ഇപ്പം ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചാൽ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അതിലൊരുപാട് നൂലാമാലകളുണ്ട്. പക്ഷെ അത് ഒരു കണക്കിന് നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതിനെ പല രീതിയിലും ആൾക്കാർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും. ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പൈസയുടെ ഇൻഫ്ലുവൻസ് കൊടുത്ത് കിഡ്നി വാങ്ങുക, കിഡ്നി കച്ചവടം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ടായേക്കാം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ചിട്ടയായ നിയമങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. അത് വേണ്ടതും തന്നെയാണ്. പക്ഷെ അത് കാരണം കുറച്ചൊരു ഡിലേ നമ്മുടെ ആ ഒരു ആൾട്രുസ്റ്റിക് ഡൊണേഷനിലോട്ട് വരുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഇതിനേക്കാളും നമുക്കൊരു പ്രയാസം, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ലൈവ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ്. ലൈവ്, അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളെ ഒരു കിഡ്നി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ്. പിന്നീട് നമുക്ക് വരുന്നൊരു സംഭവമാണ് ഈ കഡാവറിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്. മരിച്ചുപോയ, അതായത് ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾ, മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ഹാർട്ട് ഇടിപ്പുണ്ട്, നെഞ്ചിടിപ്പുണ്ട്, പക്ഷെ ബ്രെയിൻ ഡെത്താണ്. ഒരുപക്ഷെ അവർ വെന്റിലേറ്ററിലാവും. ഒരുപാട് വിവാദങ്ങളും മറ്റുമൊക്കെ നമ്മളിപ്പം കേൾക്കുന്നൊരു സംഭവമാണ്. പല സിനിമകളും തലയിടിച്ച്, കല്ലുകൊണ്ട് തലയിടിച്ച് ബ്രെയിൻ ഡെത്താക്കി ആ കിഡ്നിയോ ലിവറോ എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അങ്ങനെ അതിൻ്റെ മാഫിയ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിവാദങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരാൾക്കും മറ്റൊരാളെ ബ്രെയിൻ ഡെത്ത് ഇൻഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇല്ല. ബ്രെയിൻ ഡെത്ത് അതൊരു നാച്ചുറലി സംഭവിക്കുന്നത്. അതൊരു ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ കൃത്യമായ ഒരു കമ്മിറ്റി ഉണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത്തരത്തിൽ ഈ പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ ഒരാളെ നമുക്ക് ബ്രെയിൻ ഡെത്ത് ആണെന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്രെയിൻ ഡെത്ത് ആയി സംഭവിച്ചൊരു രോഗി അല്ലെങ്കിൽ ആ രോഗിയുടെ ബന്ധുക്കൾക്ക് പോലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അവർക്ക് പറയാൻ പറ്റില്ല ഈ കിഡ്നി ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന്. ഇതിന് മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ് പോർട്ടൽ വഴിയാണ് ഈ ഡൊണേഷൻ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ്, എമർജൻസി, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. വയസ്സ്, അവരുടെ അസുഖത്തിൻ്റെ തീവ്രത, മുന്നേ ഡൊണേഷൻ ലഭിച്ച ആളാണോ, ബ്ലഡ് ഗ്രൂപ്പ്, ഇതിനനുസരിച്ച് ഓരോ ബ്ലഡ് ഗ്രൂപ്പിലൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ലിസ്റ്റ് നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര പേര് വെയിറ്റിംഗ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് വളരെ സുതാര്യമായി നടക്കുന്നൊരു സംഭവമാണ്. ഒരുപക്ഷെ ഡോക്ടേഴ്സിന് പോലും ഇന്നിപ്പോൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനും അവയവദാനത്തിനെ കുറിച്ച് പറയാനും പേടിയാവുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും.